താറാവിനെ ഇഷ്ടപ്പെട്ട ചൂണ്ടിക്കാണിച്ചു കൊടുക്കാം. സെലക്ട് ചെയ്തെടുത്ത് ഇഷ്ടപ്പെട്ട രീതിയിൽ ചെയ്യും. ഇതിപ്പോ നമുക്കുള്ളതിന്റെ 4 ഭാഗമായിട്ടുള്ളു. നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന താറാവിനെ അപ്പം തന്നെ പിടിച്ച് റോസ്റ്റായിട്ടോ ഫ്രൈ ആയിട്ടോ നമ്മൾ മേശപ്പുറത്തെത്തും. നമസ്കാരം. വെള്ളിയാഴ്ചക്കാവ് എന്ന് ആർക്കും ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഒരുപക്ഷെ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാമെന്നുള്ള പേരാണ് വെള്ളിയാഴ്ചക്കാവ്. ഇത് നമ്മുടെ ആറ്റിങ്ങലിനും അതേപോലെ തന്നെ വർക്കലയ്ക്കും ഇടയിലുള്ള വെള്ളിയാഴ്ചക്കാവ് എന്ന സ്ഥലമാണ്. വെള്ളിയാഴ്ചക്കാവ് സ്ഥലം തന്നെ ഒരു ഷാപ്പിൻ്റെ പേരാണ് അറിയപ്പെടുന്നത്. അതാണ് വെള്ളിയാഴ്ചക്കാവ് ഷാപ്പ്. പക്ഷേ ഇപ്പോൾ ആ പേരൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. തോട്ടിങ്കര ഷാപ്പെന്ന് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന രാജേന്ദ്രൻ ചേട്ടനാണ്. ഞാൻ പണ്ട് വന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ വളർത്തുന്ന താറാവ് അല്ലേ, അതെ, ഇതിനെ തന്നെയാണ് കറി വെച്ചിരുന്നത്. ഇഷ്ടപ്പെട്ട താറാവിനെ ഇഷ്ടപ്പെട്ട ചൂണ്ടിക്കാണിച്ചു കൊടുക്കാം. സെലക്ട് ചെയ്തെടുത്ത് ഇഷ്ടപ്പെട്ട രീതിയിൽ ചെയ്യാം. അതാണ് ഇവിടുത്തെ രീതി. പണ്ട് വന്നപ്പോൾ എന്നെ ആകർഷിതം പോയതാണ്. നമ്മൾ താറാവിനെ ചൂണ്ടിക്കാണിച്ച് ആ താറാവിനെ പിടിക്കും കറി വെച്ച് കിട്ടുന്നത്. താറാവ് ഇത്രയും കണ്ടില്ലേ, ഇത് തീരുമ്പോ അടുത്തത് വരും. അതാണ് ഇവിടുത്തെ രീതി. അതിന്റെ ഫിഷ് എത്ര ഐറ്റം ഫിഷാണുള്ളത് ഇവിടെ? എങ്ങനെ പോയാലും ഒരു 10-25 ഐറ്റം കാണും. ഫിഷ് കാണും ഒരു ദിവസം. ആൾക്കാർ ഇവിടെ കൂടുതലും വരുന്ന ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണല്ലേ? ആണ്. കള്ള് കുറവാണ്. കള്ള് കുടിക്കുന്നത് നല്ല കള്ളാണ്, നല്ല ഫുഡാണ്. എന്തായാലും ഇപ്പൊ കുറേയേറെ കാലമായിട്ട് നമ്മുടെ മലയാളികളുടെ നൊസ്റ്റാൾജിയ ഷാപ്പുകളിലേക്ക് അങ്ങ് പോവുകയാണ് അല്ലേ? ഒട്ടുമിക്ക പേരും എവിടെ ചെന്നാലും ആദ്യം അന്വേഷിക്കുക നല്ല ഫുഡ് കിട്ടുന്ന ഷാപ്പ് എവിടെയാണ് ചോദിക്കുന്നത്. അതെ, നല്ല ഷാപ്പാകുമ്പോൾ നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ്. ഇവിടെ എങ്ങനെ മത്സ്യമൊക്കെ കിട്ടുന്നത്? എവിടെ നിന്നാണ്? കടലിൽ നടക്കും, കായലിൽ നടക്കും, അന്നു കൊടുക്കും. നമുക്കതെല്ലാം അങ്ങോട്ട് പോയി കാണാം. ഇപ്പൊ കൊണ്ടുവന്ന മീനുകളെല്ലാം. ഓ ശരി ഏട്ടാ, പോയി കാണാം. ഈ താറാവൊക്കെ എവിടെ നിന്നാണ് വരുന്നത്? കുട്ടനാട് നിന്ന് ഇറക്കത്തിലെ ആൾക്കാരൊക്കെ ഉണ്ടല്ലേ? ഉണ്ട്. അതെല്ലാം തീരുമ്പോ ലോഡ് കണക്കിനും വരും. ഇവിടെ ഇപ്പൊ ഒരു താറാവ് റോസ്റ്റൊക്കെ എത്രയാണ് നിങ്ങൾ പേ ചെയ്യുന്നത്? 650 രൂപയാണ് ഒരു താറാവ് ഫുള്ള് ചെയ്ത് കൊടുക്കുന്നതിന്. ഒരു താറാവ് ഫുള്ള് ചെയ്ത് കൊടുക്കുന്നതിന് 650 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അത് റോസ്റ്റ് ആണ് ഉണ്ടാവും? റോസ്റ്റ് ഫ്രൈ ആണെങ്കിൽ 750. ഫ്രൈ ആണ് 750. ശരി 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 ശരി. അത് അവർക്ക് ഇഷ്ടപ്പെട്ട ഐറ്റം താറാവിനെ എടുക്കാം. അതിലൊന്നും നമുക്ക് കുഴപ്പമില്ല. പിന്നെ ഗൂസ് ഉണ്ട്, അതിലൊന്നും കൊടുക്കൂല. അവരൊക്കെ ഇവിടെ വളർത്തുന്നത് ഇതെല്ലാം. ഇതിവിടെ വളർത്തുന്നത് അല്ലേ? ഇത് കാണാൻ വേണ്ടി വരുന്നവർക്കെല്ലാം കാണാനും കേൾക്കാനും. ഇതിനെ കൊല്ലില്ല. പിന്നെ ടർക്കി കോഴി കൊടുക്കും. ടർക്കി കോഴി എന്ന് പറയുന്നത് ഈ നമ്മളെവിടെ ചെറിയ പാർട്ടികളൊക്കെ വരാറുണ്ട്, ബർത്ത്ഡേ പാർട്ടി അങ്ങനെയൊക്കെ. അവരൊക്കെ വരുന്ന നേരത്ത് 10-12 പേരൊക്കെ ഉണ്ടെങ്കിൽ ഒരു ടർക്കിക്ക് എത്ര റേറ്റ് ആവും? ടർക്കി 3500 രൂപ ചാർജ് ചെയ്യും. മൊത്തം റെഡിയാക്കി. ടർക്കിക്ക് വേറെ ടേസ്റ്റ് ഉണ്ടോ സാധാ താറാവിനേക്കാളും? 0 കൊളസ്ട്രോൾ ആണ്. കോഴിയുടെ നല്ല ടേസ്റ്റ് ആണ്. മീൻ ഇവിടെ വളർത്തുന്നുണ്ടോ? ഇത് കുളത്തിൽ നിറച്ച് മീനുണ്ട്. ആണോ? നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ലൈവ് വലയിട്ട് എടുക്കാം. അങ്ങനെ സൗകര്യമുണ്ട്. അങ്ങനെയും സൗകര്യമുണ്ട്. ഇപ്പൊ ഈ കുളത്തിൽ നിന്ന് ലൈവായിട്ട് നമുക്ക് വലയിട്ട് എടുക്കാം. നമുക്ക് ലാസ്റ്റിൽ പിടിക്കാം. ഓക്കെ ശരി ശരി. എല്ലാത്തിനും തെളിവ് വേണ്ടേ, നമ്മൾ വെറുതെ പറഞ്ഞാൽ പോരെ. അത് ശരിയാ. ഇത് ഞണ്ടല്ലേ? ഞണ്ട് ഒരുപാടുണ്ടല്ലോ ഏട്ടാ. അത് ഇതൊന്നും ഇല്ല. ഇത് 2-3 പെട്ടിയൊക്കെയല്ലേ നമുക്ക് വരുന്നത്. 2-3 പെട്ടിയാ? ഞണ്ട് കിട്ടാൻ കണവ അങ്ങ് പോയാ വരി. ചേട്ടപ്പ ഏതൊക്കെ റെഡി ആയിട്ടുണ്ട്? ഇപ്പൊ നമുക്ക് വന്നിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് താറാവാണ്. അടുത്ത കോഴി ഇതാ ചെയ്യുന്നു. കോഴി ചെയ്തോണ്ടിരിക്കുന്നു. ഇതോ? അത് ബീഫ്. അതും ആയിട്ടില്ലേ? പൂർണ്ണമായിട്ടില്ല. അതൊക്കെ തീരുന്നതിനനുസരിച്ച് ചെയ്തുകൊണ്ട് വരെയിരിക്കും അല്ലേ? ഊണുണ്ട്. വളരെ ഫേമസ് ആണല്ലോ, ഞാൻ കഴിച്ചിട്ടുണ്ട് ഊണ്. ഊണ് ഫേമസ്, കുഴപ്പമില്ല. പിന്നെ ഇവിടെ മീനൊക്കെ തയ്യാറാക്കുന്നു അല്ലേ? മീൻ്റെ ഒക്കെ ഐറ്റം അത് അവിടെ ഇറച്ചി മാത്രമാണ്. ഇങ്ങോട്ട് വരുമ്പോൾ മീൻ്റെ ഇതാണ്. ഇത് വന്നിട്ട് വേള. അത് കണവ. ഇത് കണവ. ഓ ശരി. അത് വേള കറി, മീൻ കറി, തലക്കറി എല്ലാം ഉണ്ടല്ലേ? ശരി. ഇത് വന്നിട്ട് നെയ്മീൻ തല. നെയ്മീൻ തല. ഓ ശരി. ഓക്കെ. ഇതൊക്കെ എത്ര മണിക്ക് റെഡിയാവും? രാവിലെ കാലത്ത് തുടങ്ങുന്നല്ലേ, ഓരോന്ന് ഇങ്ങനെ വേവിച്ച് വന്നുകൊണ്ടിരിക്കും. പിന്നെ അത് തീരുന്നതനുസരിച്ച് വീണ്ടും ഓർഡർ ചെയ്തോണ്ടിരിക്കുമല്ലേ? ഇത് ഊണിന്റെ കറികളാണ്. ഇതെല്ലാം ഇപ്പം അപ്പുറത്തോട്ട് മാറും, ഷിഫ്റ്റ് ചെയ്യും. എല്ലാം വേവിച്ച് റെഡിയാക്കി വെച്ചേ ഉള്ളു. അത് വന്ന് ഊണിന്റെ മീൻകറി. വെള്ളിയാഴ്ചക്കാവിൽ വന്ന ആൾക്കാര് വെജ് കഴിക്കാറുണ്ടോ? എന്നാ സിനിമയിൽ ചോദിക്കും പോലെ അങ്കമാലിക്കാരൊക്കെ എവിടെയാ വെജ്? ഇത് പിടിച്ചോ. ഇതൊക്കെ ഏതാ മീൻ ഏട്ടാ? ഇത് പാര. ഇതെല്ലാം ഇപ്പൊ വന്ന് ഫ്രഷ് ആയിട്ട് വന്ന്
വന്ന പാരയാണ്. ഇത് നമ്മുടെ മുരിങ്ങ എന്ന് പറയും, പുതിയ ഐറ്റമാണ്. പുതിയ ഐറ്റമാണോ? മുരിങ്ങ ഇവിടെ ഉണ്ട്. ഇത് കടൽ മീനാണോ? ഇത് കായലിലെ കക്ക ഇറച്ചിയാണ്. മുരിങ്ങ എന്ന് പറയും. മുരിങ്ങ അല്ലേ? ശരി 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 ശരി. ഇതിപ്പോ എന്ന് പറഞ്ഞാല് ഇത് കാട, ഇത് പാര. പാര, വലിയ പാര, അത് കൊഞ്ച്. ചേട്ടാ ഇപ്പം ഹട്ട് മാത്രമല്ല, ഇവിടെ എ സിയും കൂടെ ആകിയല്ലേ? അതിപ്പോ പുതിയതായിട്ട് തുടങ്ങിയാണോ? ഇപ്പൊ എന്തായാലും അങ്ങനെ ഒരു 5 സ്റ്റാർ ഫെസിലിറ്റി ആഗ്രഹിച്ചു വരുന്ന ആൾക്കാർക്ക് അങ്ങനെ കൊടുക്കാല്ലേ? സാധാരണ എ സി നോക്കിയിരുന്ന് കഴിക്കാം. വേറെ ബഹളങ്ങളൊന്നും കേൾക്കണ്ട, ഇവിടെ തന്നെ ഇരിക്കുക, സൈലന്റ് ആയിട്ടിരിക്കുക, ഫാമിലി ആയിട്ടൊക്കെ വന്ന രസമായിട്ടിരിക്കുക അല്ലേ? അത് കൊള്ളാം, കണ്ടു, ഇഷ്ടപ്പെട്ടു. ചേട്ടാ ഇത് എന്താ ഇത് വല്ലതും ആയാ തികയില്ലല്ലേ? ഇതിപ്പോ നമുക്കുള്ളതിന്റെ 4 ഭാഗമായിട്ടുള്ളൂ. നിങ്ങൾ പറഞ്ഞ ഇത്ര ഐറ്റങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. ബാക്കി ഇവിടുത്തെ എല്ലാ ഐറ്റവും വരുന്ന ഒത്തിരി. നെമ്മീൻ തല, ഇത് ബീഫ്, ഇത് ചീനി, ഇത് കണവ, ഇത് ഞണ്ട്, ഇത് കാട, ശരി, ഇത് കോഴി, മറ്റേ താറാവ്, അത് കൊഞ്ച്, ഇത് പിന്നെ പൊന്നാര, ഇത് അപ്പം ഇടിയപ്പം. പൊന്നാര മീൻ നമ്മൾ നേരത്തെ കണ്ടത്. അത് തന്നെ പൊന്നാര മീൻ. ഇനിയിപ്പോ എന്ന് പറഞ്ഞാൽ ഇനി കക്ക ഫ്രൈ ഉണ്ട്, അങ്ങനെ ഒരുപാട് ഐറ്റം. നെത്തോലി ഫ്രൈ ഉണ്ട്, ഒരുപാട് ഐറ്റം ഉണ്ട്. ഇനി ടേബിളൊന്നും തികയത്തില്ല, ടേബിൾ നേരത്തെ ഇടേണ്ടി വരും. ഏതായാലും 22 വർഷത്തെ പാരമ്പര്യമാണ് വെള്ളിയാഴ്ചക്കാവിലെ ഈ ഒരു ഷാപ്പിനുള്ളത്. ഇതാണ് നമ്മളെ ഊണ്, 100 രൂപയുടെ ഊണാണ്. ഇതാണ് 100 രൂപയുടെ ഊണല്ലേ? അതിനകത്തൊരു മത്തി ഫ്രൈ കാണും, മീൻകറിയുണ്ട്, നെത്തോലി കറിയുണ്ട്, മത്തി ഫ്രൈ ഉണ്ട്. ഇതാണ് നമ്മുടെ ഊണ് അല്ലേ? കള്ളുഷാപ്പില് വെള്ളിയാഴ്ചക്കാവില് പച്ചക്കറി കൊടുത്തിട്ടുള്ള കാര്യമുണ്ടോ? അങ്ങനെയല്ല, ഇല്ലെന്നും കാര്യം. ഏതായാലും ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ മീനിന്റെ സ്പെഷ്യൽ വിഭവങ്ങൾ, അതുപോലെ തന്നെ ഇവിടുത്തെ ഫ്രഷ് താറാവ്, ഈ കുളത്തിൽ നിന്ന് പിടിക്കുന്ന ഫ്രഷ് മീൻ, ഇതൊക്കെ ആഗ്രഹിച്ചാണ് ആൾക്കാർ വരുന്നത്. നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന താറാവിനെ അപ്പം തന്നെ പിടിച്ച് റോസ്റ്റായിട്ടോ ഫ്രൈ ആയിട്ടോ നമ്മൾ മേശപ്പുറത്ത് എത്തും. അതും വളരെ തുച്ഛമായ കാശിനാണ്, വലിയ കാശൊന്നുമില്ല. ഈ പറയുന്ന ഇരിക്കുന്നതെല്ലാം ഹാഫ് സെപ്റ്റ് ആണ്. ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ഹാഫാണ്. ഇനി ഇതിന്റെ എല്ലാം ഫുള്ള് 2 പോർഷൻ മാത്രമേ ഉള്ളൂ. 2 പോർഷൻ മാത്രമേ ഹാഫ്. ഇതെല്ലാം ഇപ്പൊ ഇരിക്കുന്ന ഹാഫാണ്. പിന്നെ ശനി ഞായറൊക്കെ വരുന്നെങ്കിൽ നേരത്തെയൊക്കെ പറഞ്ഞിട്ടൊക്കെ വരണം. നല്ല തിരക്കാണ്, ഏരിയ മൊത്തം വണ്ടിയായിരിക്കും, നല്ല തിരക്കാണ്. ഈ ഡേ ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഇത്ര തന്നെ ഈ ഹാട്ടിന്, ഞങ്ങൾ ഇരിക്കുന്ന ഹാട്ടിന് ഇപ്പോൾ ആവശ്യക്കാർ പുറത്ത് കാത്തിരിക്കുകയാണ്. ഞങ്ങൾ ഇറങ്ങിയിട്ട് വേണം അവർക്ക് ഇവിടെ ഇങ്ങോട്ട് കയറാനായിട്ട്. ആ അവസ്ഥയാണ് അല്ലേ ചേട്ടാ? എന്തായാലും ചേട്ടൻ്റെ ഈ ഒരു സംരംഭത്തിന് എല്ലാവിധ ഭാവങ്ങളും 22 വർഷമായി ഇപ്പോഴും വിജയകരമായി നടത്തിക്കൊണ്ട് പോകുന്നു. അതിന്റെ പിറകില് രാജേന്ദ്രൻ എന്ന വ്യക്തിയുടെ ആത്മസമർപ്പണവും കഠിനാധ്വാനവും ഉണ്ട്. പോയിട്ടെന്ന് പറഞ്ഞാൽ നാട്ടുകാരുടെ സഹകരണം. നമ്മളെ പബ്ലിസിറ്റി എന്ന് പറയുന്നത് ഇവിടെ വന്നു പോണ ഒരു പബ്ലിസിറ്റിയാണ്, അല്ലാതെ ഒരു പബ്ലിസിറ്റി അല്ല. ഞാൻ പോലെയുള്ളവർ ഇതിലെ വരുന്നു, കേട്ടറിഞ്ഞ് വരുന്നു, ഇതിൽ പരസ്യം നിങ്ങൾ കൊടുക്കും. പിന്നെ ഇവിടുത്തെ എല്ലാ ആളുകളും വന്നിട്ട് മോശമെന്ന് പറഞ്ഞ ഒരുത്തരും പോകാറില്ല. എല്ലാവരും നല്ല ഇത് തന്നെ പറയുന്നത്. നമുക്കത് മതി. അല്ല, ഞാൻ വന്നപ്പോൾ തന്നെ രാജേന്ദ്ര ചേട്ടൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ അടുത്ത് നിൽക്കാൻ സമയമില്ല. ഇവിടെ നിൽക്കുന്നു, 5 മിനിറ്റ് നിൽക്കുന്നു, അങ്ങോട്ട് ഓടുന്നു, ഇങ്ങോട്ട് ഓടുന്നു, മൊത്തം ഓട്ടത്തിലാണ് ചേട്ടൻ. ഏതായാലും ഒരു സംരംഭം തുടങ്ങുക എന്നുള്ളത് വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ അതൊരു 22 വർഷമൊക്കെ നടത്തിക്കൊണ്ട് പോകുക എന്നുള്ളത് വലിയ കാര്യമാണ്. അതിന് ശരിക്കും ആത്മസമർപ്പണം വേണം. അതിൽ ചേട്ടൻ വിജയിച്ചിരിക്കുകയാണ്. എല്ലാവിധ ഭാവങ്ങളും ചേട്ടന് നേരുന്നു. നല്ല ഫുഡ് വേണമെങ്കിൽ ഇങ്ങോട്ട് വരിക, വെള്ളിയാഴ്ചക്കാവിൽ വരിക, ഇവിടെ വന്ന് നമ്മുടെ തോട്ടങ്കര ഷാപ്പ് അന്വേഷിക്കുക. അവിടെ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവിടെ ബോർഡ് തന്നെ ഉണ്ട്. പിന്നെ ജസ്റ്റ് ചോദിച്ചാൽ അവർ കറക്റ്റ് വഴി പറഞ്ഞുതരും. ഇവിടുത്തെ എല്ലാ വഴികളും എത്തുന്നത് ഇങ്ങോട്ടത്തേക്കാണ്. ഇസ്മേലിന് വേണ്ടി ക്യാമറമാൻ അനീഷിനൊപ്പം ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്.